അപ്പോൾ ഡേ 9 സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എന്നത്തെയും പോലെ മുട്ട വെച്ചിട്ട് തന്നെ കേട്ടോ ഇന്നും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇതാ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് കൂടി ചെയ്യണേ. അതിനുശേഷം ഇതാ ഞാൻ ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങിക്കാം കേട്ടോ. ഇന്ന് കിച്ചൺ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ വിചാരിച്ചിട്ട് എയർ ഫ്രയറും ഉള്ളിക്കൊട്ടയൊക്കെ ഒന്ന് മാറ്റി അവിടെ ഫുള്ളായിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഹാളിലും ഒന്ന് അടിച്ചു വാരിടുന്നുണ്ട് കേട്ടോ. ശേഷം കുക്കിങ്ങിലോട്ട് കടന്നു നിൽക്കാം കേട്ടോ. ഇത് ചിരങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് കിച്ചടി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വന്നിക്കാണേ. ആദ്യം ചിരങ്ങ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം തേങ്ങയുടെ പൊടി കേട്ടോ ഇത്. അതിലേക്ക് ഒരു പച്ചമുളകും ചെറിയ ജീരകവും ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് തൈരും കുറച്ച് കടുകും ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടി അരക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതായിക്കൊഴിച്ചിട്ട് വറവിടുകയും ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങളില്ലേ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും വേസ്റ്റൊക്കെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇടാൻ നോക്കുക, അല്ലാതെ അവിടെ പരത്താതെ. അപ്പോൾ പിന്നെ നമുക്ക് വല്ലാതെ ശേഷം നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വലിയ പണികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതാ ലഞ്ച് കഴിഞ്ഞു. പിന്നെ ഡിന്നർ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഈ വിറ്റാമിൻ്റെ ടാബ്ലറ്റ് ഉണ്ടല്ലോ അത് ഞങ്ങൾ എന്നും എടുക്കാറുണ്ട് കേട്ടോ. എഫോവെസൻ ടാബ്ലറ്റാണ്. അപ്പോൾ അതിങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാറുണ്ട്. നല്ലതാണ്. അവർക്ക് ഇങ്ങനെ ടി വിയിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കാൻ ഇഷ്ടം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കുളിച്ചിട്ട് ഉറങ്ങിയേ.